ശതകോടികളുടെ തുർക്കി ഡ്രോണുകൾ കത്തി നശിക്കുന്നു. ഹൂതി ആക്രമണങ്ങൾക്ക് മുന്നിൽ സൗദിയുടെ വ്യോമ പ്രതിരോധത്തിന് തിരിച്ചടിയായി മാറുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു. തുർക്കിയിൽ നിന്ന് ശതകോടികൾ ചിലവഴിച്ചുകൊണ്ട് സൗദി അറേബ്യ സ്വന്തമാക്കിയ ഡ്രോണുകളാകട്ടെ, അതായത് ബരൈക്തർ എന്ന ഡ്രോണുകൾ ഹൂതി ആക്രമണത്തിൽ തുടർച്ചയായി തന്നെ തകർന്നു വീഴുന്നതായുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നതായി വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, കത്തിയെരിയുന്ന ഡ്രോണുകളുടെ വീഡിയോകൾ വൈറലായതോടുകൂടി തന്നെ തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയെയും പ്രസിഡന്റ് എർദോഗാനെയും ആയുധ കയറ്റുമതി ഒരു നയത്തെയും ചുറ്റിപ്പറ്റി വീണ്ടും ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി സായുധ വിഭാഗം സൗദിയുടെ വ്യോമ നിരീക്ഷണ ശേഷിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് വില കൂടിയ ഡ്രോണുകൾ നഷ്ടപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യയുടെ പ്രതീകമായി തന്നെ കണക്കാക്കപ്പെട്ടിരുന്ന ബരൈക്തർ ഡ്രോണുകൾക്ക് യഥാർത്ഥ യുദ്ധഭൂമിയിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നോ അത്തരത്തിലുള്ള ചോദ്യം ഇതോടുകൂടി തന്നെ ഉയരുകയാണ്. അതേസമയം വൈറലാകുന്ന എല്ലാ ദൃശ്യങ്ങളുടെയും ആധികാരികത സ്വതന്ത്രമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നതിനിടെ തന്നെ ഡ്രോണുകളുടെ കാര്യക്ഷമതയും പ്രതിരോധ സംവിധാനങ്ങളും വീണ്ടും അന്താരാഷ്ട്ര നിലയിൽ പോലും ചർച്ചയായി മാറുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഗുണമില്ലാത്ത ഡ്രോണുകൾ അവിടെ ശതകോടികൾ നൽകി വാങ്ങിയതെന്ന ചോദ്യമാണ് സൗദി ഭരണാധികാരികൾ സ്വയം ചോദിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരിക്കൽ കൂടി ഇപ്പോൾ സൗദിക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മുഖം നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യക്കെതിരെ തൊടുത്ത തുർക്കിയുടെ ബരൈക്തർ ഡ്രോണുകളെ ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച ആകാശ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് തകർത്ത് തരിപ്പണമാക്കിയത്. സൗദി അയച്ച തുർക്കിയുടെ ബരൈക്തർ ഡ്രോൺ അവിടെ തകർന്നതായി തന്നെ ജൂലൈ 26-നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചതും. ആകാശത്തുകൂടെ തന്നെ കുതിച്ചുയരുന്ന ബരൈക്തർ ഡ്രോൺ ആകട്ടെ ഹൂതി മിസൈലിനേറ്റ് അല്ലെങ്കിൽ അത് തലകുത്തി തന്നെ താഴെ വീഴുന്നതും പിന്നീട് തറയിൽ വീണ് കുതിക്കുന്നതുമായ വീഡിയോ വൈറലായി പ്രചരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ തുർക്കിയും എർദോഗാനും എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. തുർക്കിയിൽ നിന്ന് ശതകോടികൾ നൽകി സൗദി വാങ്ങിയ ട്രോളുകളെ ഇറാൻ ആകട്ടെ അനായാസം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഒരു കാലത്ത് ലിബിയ, നഗോർണോ, അതേപോലെ സിറിയ, യുക്രൈൻ തുടങ്ങിയ യുദ്ധമേഖലകളിൽ നിർണായക നേട്ടങ്ങൾ സമ്മാനിച്ച ആയുധം എന്ന പേരാണ് ബരൈക്തർ TB2 ഡ്രോണുകൾക്ക് ഉണ്ടായിരുന്നത്. അതേ ഡ്രോണുകളാണ് ഇപ്പോൾ ഹൂതികളുടെ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ തുടർച്ചയായി തന്നെ നഷ്ടമാകുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ആധുനിക ഡ്രോൺ യുദ്ധത്തിന്റെ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കുകയാണ് എന്ന ഒരു ചോദ്യം പോലും ഇവിടെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ഡ്രോൺ കയറ്റുമതി കരാറുകളിൽ ഒന്നായ ഇത് തുർക്കിയുടെ പ്രതിരോധ വ്യവസായത്തിന് ചരിത്ര നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥ യുദ്ധഭൂമിയിൽ ഈ ഡ്രോണുകൾ തുടർച്ചയായി തന്നെ നഷ്ടമാകുന്ന സാഹചര്യം തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വിശ്വാസ്യതയെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.